പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് ഓണേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബജറ്റ് അനാലിസിസ്, അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ദ ബജറ്റ്. അബ്ദു ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ 2 മാർക്സ് 3 marks question നോക്കാം. ബജറ്റ്. The budget is a annual financial statement presented by the government under Article 112 of the Indian Constitution. It outlines estimated revenue and expenditure for a financial year. The union budget is classified into revenue budget and capital budget. ബജറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇത് വേൾഡിൽ ഉള്ള ഡെഫിനിഷൻ പോലെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ എസ്റ്റിമേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എസ്റ്റിമേറ്റ് ചെയ്യുന്ന റവന്യൂ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനവും പ്രതീക്ഷിക്കുന്ന ചിലവും അടങ്ങിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ് എന്ന്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡഡ് ദ എസ്റ്റിമേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. യൂണിയൻ ബജറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റവന്യൂ ബജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റൂൾ ഓഫ് ലാപ്സ്. അണ്ടർ പാർലമെൻ്ററി ഫിനാൻഷ്യൽ കൺട്രോൾ ആൾ അൺയൂട്ടിലൈസ്ഡ് ഫണ്ട് സാങ്ഷൻഡ് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ ഓട്ടോമാറ്റിക്കലി ലാപ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഇന്ന് ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 31 വരെയാണ്. ഈ മാർച്ച് 31 നെക്സ്റ്റ് മാർച്ച് 31 അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലാപ്സായി പോകും. ദിസ് പ്രിവെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ക്യാരിയിങ് ഫോർവേഡ് അൺസ്പെൻഡ് മണി ആൻഡ് എൻഷുവേഴ്സ് ഫ്രഷ് പാർലമെൻ്ററി അപ്രൂവൽ ഫോർ എനി എക്സ്പെൻഡിച്ചർ ഇൻ ദ ന്യൂ ബജറ്റ്. ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ബജറ്റിൽ എന്ത് ചെയ്യണം, അതിൽ വീണ്ടും അപ്രൂവൽ വാങ്ങിക്കൊണ്ടായിരിക്കണം ഈ ഫണ്ട് പിന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലാപ്സായിപ്പോയി. ഇനി ബജറ്റ് എസ്റ്റിമേറ്റ്. ദീസ് ആർ പ്രൊജക്ഷൻ മെയ്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, എക്സ്പെക്റ്റഡ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ. ദേ ആർ ബേസ്ഡ് ഓൺ പാസ്റ്റ് ട്രെൻഡ്സ്, പോളിസി ഡിസിഷൻ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ. ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള പ്രൊജക്ഷനാണ്. അതിലടങ്ങിയിരിക്കുക എക്സ്പെക്റ്റഡ് റവന്യൂ റെസിപ്റ്റ്, പ്രതീക്ഷിക്കുന്ന വരുമാനവും പ്ലാൻഡ് എക്സ്പെൻഡിച്ചറുമാണ്. ഓക്കെ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെങ്കിൽ അതിൻ്റെ മിഡ് വേ ത്രൂ ദ ഫിനാൻഷ്യൽ ഇയർ ആക്ച്വൽ റവന്യൂ കളക്ഷൻ സ്പെൻഡിങ് ആർ റിവ്യൂഡ്. ആ മിഡ് ഇയറിൽ അത് റിവ്യൂ ചെയ്യും, സ്പെൻഡ് ചെയ്തതും കളക്ട് ചെയ്ത റവന്യൂ. ആൻഡ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ആർ മെയ്ഡ്. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, നെസസറി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ദീസ് റിവൈസ്ഡ് ഫിഗേഴ്സ് പ്രൊവൈഡ് എ മോർ റിയലിസ്റ്റിക് എസ്റ്റിമേറ്റ് ഓഫ് ഫിസിക്കൽ പെർഫോമൻസ് ഫോർ ദ ഓൺഗോയിങ് ഇയർ. ഇതൊരു മോർ റിയലിസ്റ്റിക് എസ്റ്റിമേറ്റ് ആയിട്ട് ഫിസിക്കൽ പെർഫോമൻസ് ഫോർ ദ ഓൺഗോയിങ് ഇയർ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഗവൺമെൻറ് ഫണ്ട്, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഫണ്ടാണ്. ഇതിൽ ആൾ റവന്യൂ റിസീവ്ഡ് ലഭിച്ച എല്ലാ വരുമാനവും അതിൽ ഉൾക്കൊള്ളും. ടാക്സും നോൺ ടാക്സും, ബോറോയിങ് ആൻഡ് അതർ ഗവൺമെൻറ് ലോണും അതിൽ ഉൾക്കൊള്ളണം. ആൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഫ്രം ദീസ് ഫണ്ട് ബട്ട് ഓൺലി വിത്ത് ദ പാർലമെൻറ്റ് അപ്രൂവൽ. ഇതിൽ നിന്ന് ഒരു ഫണ്ട് ചിലവഴിക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. 1 രൂപ അതിൽ നിന്ന് ചിലവഴിക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഓക്കെ, ഗവൺമെൻറ് ഇതിൽ നിന്നും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഒരു പൈസ ചിലവഴിക്കണമെങ്കിൽ എന്ത് വേണം, പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഓക്കെ, കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. ദിസ് ഫണ്ട് ഈസ് മീൻഡ് ഫോർ അർജൻറ്റ് ആൻഡ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ. നമുക്കൊരു പെട്ടെന്നൊരു ഗവൺമെൻറ്റിന് ചിലവഴിക്കേണ്ട ഫണ്ടിൻ്റെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ള ഫണ്ടാണ് കണ്ടിജൻസി. പ്രത്യേകിച്ച് സച്ച് ആസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ എമർജൻസി, ഒരു ഫ്ലഡ് വന്നു, ഒരു ഭൂകമ്പം വന്നു, ഇതുപോലുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനുള്ളതാണ് കണ്ടിജൻസി ഫണ്ട്. ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇത് പ്രസിഡൻറ്റ് ഡിസ്പോസൽ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഹു കാൻ ഓതറൈസ് വിഡ്രോവൽ, ഇയാളാണ് പ്രസിഡൻ്റാണ് ഇത് വിഡ്രോവൽ ഓതറൈസ് ചെയ്യുക. ബട്ട് സച്ച് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ലേറ്റർ ബി അപ്രൂവ്ഡ് ബൈ പാർലമെൻറ്റ്. ഈ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, പാർലമെൻറ്റ് പിന്നീട് അപ്രൂവൽ കൊടുക്കണം. ദ കറൻറ്റ് ഓതറൈസ്ഡ് കോർപ്പസ് ഓഫ് ദിസ് ഫണ്ട് ഈസ് 30,000 crore. 30,000 കോടി രൂപയാണ് ഈ ഫണ്ട് ഇപ്പോൾ അക്കൗണ്ടിൽ, അത്രയാണ് കീപ്പ് ചെയ്യാറുള്ളത്. പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. അൺലൈക്ക് ദ കൺസോളിഡേറ്റഡ് ഫണ്ട്, ദിസ് ഫണ്ട് ഹോൾഡ് പബ്ലിക് മണി ദാറ്റ് ഗവൺമെൻറ് ആക്ട് ആസ് എ ട്രസ്റ്റി ഫോർ. ഇത് പബ്ലിക് മണി ആണെങ്കിലും ഇത് ഗവൺമെൻറ് ഇതിൻ്റെ ട്രസ്റ്റി ആയിരിക്കും. പ്രത്യേകിച്ച് ഇതിൽ ഉൾക്കൊള്ളുന്ന ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, PF
ഉദ്യോഗസ്ഥരൊക്കെ PF നിക്ഷേപിക്കും. ഈ ഫണ്ടാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ല. ആരാണോ നിക്ഷേപിക്കുന്നത് അയാളെ ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ മീഡിയേറ്റർ ആരാണ്? ഗവൺമെൻറ്റാണ്. സ്മോൾ സേവിങ് സ്കീം, ഡെപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഗവൺമെൻറ് ഡസ് നോട്ട് നീഡ് പാർലമെൻ്ററി അപ്രൂവൽ ടു വിഡ്രോ ഫ്രം ദിസ് ഫണ്ട്. ഈ ഫണ്ട് എടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ലാത്തൊരു ഫണ്ട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പോസ്റ്റ് ഓഫീസ് സേവിങ് പോലുള്ള പല അങ്ങനത്തെ ഇതുണ്ടല്ലോ, ആ പ്രൊവിഡൻറ്റ് ഫണ്ട് പോലുള്ള ഈ ഫണ്ടിന് എന്ത് പറയാം? പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയാം. റവന്യൂ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ട് ഇൻക്ലൂഡ് ഡേ ടു ഡേ expenditure such as salaries, subsidies, interest payment. Revenue receipt include taxes and non-tax revenues. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റ് ഉണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ടാവും. റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ, സാലറി, സബ്സിഡി, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതുപോലെ റവന്യൂ റെസിപ്റ്റുകൾ എന്ന് പറയാൻ ടാക്സ് പോലുള്ള കാര്യങ്ങളാണ് റവന്യൂ റെസിപ്റ്റ്. അപ്പം റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് വരുമാനത്തിൽ നിന്ന്, വരുമാനമായിട്ട് ടാക്സ്, നോൺ ടാക്സ് ഒക്കെ ആയിട്ട് കിട്ടുന്ന വരുമാനങ്ങളാണ് റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റ് ആയിട്ടുണ്ടാവും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറുകളാണ് അതിലുണ്ടാവും. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ് ക്യാപിറ്റൽ അക്വിസിഷൻ ആൻഡ് ലോൺ ടു സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ഫിനാൻസ്ഡ് ത്രൂ ബോറോയിങ് ആൻഡ് അസറ്റ് സെയിൽ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർട്ടിക്കിൾ 112 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ ദിസ് ഡോക്യുമെൻറ്റ് ഈസ് പ്രസൻറ്റഡ് ബിഫോർ പാർലമെൻറ്റ് ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യൂണിയൻ ബജറ്റ്. യൂണിയൻ ബജറ്റിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടായിരിക്കണം, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കണം, അലോക്കേഷൻ ഫോർ വേരിയസ് സെക്ടേഴ്സ് ആൻഡ് മിനിസ്ട്രീസ്. Demand for grant. These are proposals from various ministry and departments seeking approval for specific expenditure. സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഈ മിനിസ്ട്രികളൊക്കെ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കും. അവർക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പദ്ധതി നിർവഹണത്തിന് ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. ഇതിനെ എന്ത് പറയുക? ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയും. അവർക്ക് ഗ്രാൻഡ് ലഭിക്കണം എന്ന്. ഈച്ച് ഡിമാൻഡ് മസ്റ്റ് ബി പാസ്ഡ് ബൈ പാർലമെൻറ്റ്. ഓരോ ഡിമാൻഡ് പാർലമെൻറ്റിൽ പാസ്സാക്കണം. ലോകസഭക്കാണ്. ലോകസഭ ഹാസ് ദ പവർ ടു ആക്സെപ്റ്റ്, റിജക്റ്റ് ഓർ മോഡിഫൈ ദിസ് ഡിമാൻഡ്. ഈ ഡിമാൻഡ് ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുള്ള അവകാശം ലോകസഭക്കാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻസ് ബിൽ. ദിസ് ബിൽ കണ്ടെയ്ൻസ് ഓൾ ലീഗൽ പ്രൊവിഷൻ റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് ബഡ്ജറ്റ് ഫിനാൻഷ്യൽ പ്രപ്പോസൽ. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലെ ഫിനാൻഷ്യൽ പ്രപ്പോസൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ ലീഗൽ പ്രൊവിഷനും ഉൾക്കൊണ്ടതാണ് ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ടാക്സ് റേറ്റ്, എത്രയാണ് ടാക്സ് ലോയിലുള്ള അമെൻമെൻറ്റ്, ടാക്സിൻ്റെ പരിധി, ഈ കാര്യങ്ങളൊക്കെ ഫിനാൻസ് ബില്ലിലാണ് ഉണ്ടാവുക. ടാക്സേഷൻ ചേഞ്ച്, അമെൻമെൻറ്റ് ടു ടാക്സ് ലോസ്, ചേഞ്ച് ഇൻ ഗവൺമെൻറ് ബോറോയിങ് റെഗുലേഷൻ, ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പിൻ്റെ നിയമങ്ങളുണ്ട്, അതിൽ വരുന്ന ചേഞ്ചസ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ മണി ബിൽ അണ്ടർ ആർട്ടിക്കിൾ 110 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ പാർലമെൻറ്റ്. ഇത് ക്ലാസിഫൈ ചെയ്യുന്ന മണി ബില്ലായിട്ട് ആർട്ടിക്കിൾ 110 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ പ്രകാരം ഇത് പാർലമെൻറ്റ് നിർബന്ധമായിട്ട് പാസ്സാക്കേണ്ടതാണ്. FRBM ആക്ട്. FRBM എന്ന് പറയുമ്പോൾ ദ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 എയിംസ് ടു ഇംപ്രൂവ് ഫിസിക്കൽ ഡിസിപ്ലിൻ. രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വരുമാനം കൂട്ടിയിട്ട് ചിലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുക. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുക പറഞ്ഞാൽ ചിലവ് കുറച്ച് വരുമാനം കൂട്ടണം. നമ്മളെ നാട്ടിലുള്ള എല്ലാ ബജറ്റുകളും എന്താണ്? ഡെഫിസിറ്റ് ബജറ്റുകളാണ്. ഡെഫിസിറ്റ് ബജറ്റ് പറഞ്ഞാൽ വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ്. റെഡ്യൂസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ലിമിറ്റിംഗ് റവന്യൂ ഡെഫിസിറ്റ് ലിമിറ്റ് ചെയ്യുക, എൻഷുറിങ് ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക. ഇറ്റ് റിക്വസ്റ്റ് ദാറ്റ് ദ ഗവൺമെൻറ് ടു പ്രസൻറ്റ് എ മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പറയുന്നത് ഗവൺമെൻറ് നിർബന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യണം മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റും മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെൻറ്റ്. Expenditure budget and receipt budget. Expenditure budget provide detailed breakdown of government spending on scheme, subsidies, salaries. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ട ചിലവുമായി ബന്ധപ്പെട്ട ബജറ്റിന് എന്താണ് എക്സ്പെൻഡിച്ചർ ബജറ്റ് എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ഇയറിൽ എത്ര ചിലവ് വരും, എത്രയാണ് ഓരോ വിഭാഗങ്ങൾക്കും വരുന്ന ചിലവുകൾ. റെസിപ്റ്റ് ബജറ്റ് പറഞ്ഞാൽ ഡീറ്റെയിൽസ് എക്സ്പെക്റ്റഡ് ഗവൺമെൻറ് റവന്യൂ. ഗവൺമെൻറ്റിൻ്റെ റവന്യൂവുമായി ബന്ധപ്പെട്ട എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എത്രയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ്, നോൺ ടാക്സ് കളക്ഷൻ, ലോൺ റിക്കവറീസ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ. എ സമ്മറി ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ഗവൺമെൻറ് സ്പെൻഡിങ് ട്രെൻഡ്സ്. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിൻ്റെ ട്രെൻഡ് എന്താണ്,
ഓരോ ട്രെൻഡ് കാണിക്കുന്ന ഒരു സമ്മറി ഡോക്യുമെൻ്റാണ് എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ. മേജർ അലോക്കേഷൻ, മേജറായിട്ട് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് ഓഫ് കീ സ്കീം, ഓരോ സ്കീമിൻ്റെയും പെർഫോമൻസ്, ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് പാസ്റ്റ് സ്പെൻഡിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഹൈലൈറ്റ് ചെയ്യണം. അപ്കമിങ് പോളിസി പ്രയോറിറ്റി എന്താണെന്നുള്ളത് ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.